ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഏണസ് അക്കാഡമിയുടെ 30 ഡേയ്സ് വീഡിയോ സീരീസിൻ്റെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആർച്ചാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആർച്ച് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ്സ് ഓഫ് എയ്തർ സ്റ്റോൺ ഓർ ബ്രിക്ക്. സ്റ്റോൺ കൊണ്ടോ ബ്രിക്ക് കൊണ്ടോ ഉള്ള വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ്സിൻ്റെ മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റ് ആണ് എന്ത് നമ്മൾ പറയുന്നത്, ആർച്ച് എന്ന് പറയുന്നത്. ഈ ആർച്ചിലേക്ക് വരുന്ന ലോഡ് നമ്മൾ ആർച്ച് ആക്ഷൻ വഴിയായിരിക്കും ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അതുകൂടാതെ തന്നെ റിക്വയർസ് സ്ട്രോങ് സപ്പോർട്ട് വിത്ത് സ്റ്റാൻഡ് ആർച്ച് ത്രസ്റ്റ്. ഈ ആർച്ചിൻ്റെ ത്രസ്റ്റ് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് സപ്പോർട്ട്സും ആർച്ചിന് ആവശ്യമാണ്. കൂടാതെ തന്നെ നമ്മൾ ആർച്ച് ഒരു ഓപ്പണിങ്ങിന് എബോ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് ആർച്ചിനെ പറ്റി പറയാനുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാം. ടെക്നിക്കൽ ടേംസും ടൈപ്പ് ഓഫ് ആർച്ചുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻട്രഡോസ് എന്ന് പറയുമ്പോൾ ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച്. നോക്കുകയാണെങ്കിൽ ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ചിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻട്രഡോസ് എന്ന് പറയുന്നത്. ഇന്നർ കർവിനെ പറയുന്നതാണ് ഇൻട്രഡോസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടേം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ചിനെ പറയുന്നതാണ് സോഫിറ്റ്. അണ്ടർ സർഫസ്, ഇപ്പോൾ ഇന്നർ കർവിനെയാണ് നമ്മൾ എന്ത് ഇൻട്രഡോസ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ഇന്നർ സർഫസിനെ പറയുന്ന പേരാണ് എന്ത്, സോഫിറ്റ്. ഓക്കെ ആണല്ലോ. ഇത് ഓരോ ടേംസ് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. ഓപ്ഷൻസ് വരുമ്പം നിങ്ങൾക്ക് തെറ്റിപ്പോവരുത്. നെക്സ്റ്റ് പറയുന്നത് എക്സ്ട്രഡോസ്. ഇൻട്രഡോസ് പോലെ തന്നെ എക്സ്ട്രഡോസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ കർവിനെ പറയുന്ന പേരാണ് എന്ത്, എക്സ്ട്രഡോസ് എന്ന് പറഞ്ഞാൽ. എക്സ്റ്റേണൽ കർവിനെ പറയുന്ന പേരാണ് എക്സ്ട്രഡോസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ വൗസിയേഴ്സ്. വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ്സ് ഫോമിങ് ദ കോഴ്സ് ഓഫ് ആൻ ആർച്ച്. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെഡ്ജ് ഷേപ്പിൽ ഉള്ള യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്, വൗസിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ക്യൂ ബാക്ക്. സ്ക്യൂ ബാക്ക് എന്ന് വെച്ചാൽ ഇൻക്ലൈൻഡ് സർഫസ് ഓൺ ദ ടോപ്പ് ഓഫ് ആൻ അബട്ട്മെൻറ്റ്. ഈ അബട്ട്മെൻറ്റിൻ്റെ ടോപ്പിലുള്ള ഇൻക്ലൈൻഡ് സർഫസിനെ പറയുന്നതാണ് എന്ത്, സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ആർച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത് സപ്പോർട്ടിൻ്റെ ടോപ്പിലുള്ള ഈ ഇൻക്ലൈൻഡ് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കുന്നത് സ്പ്രിങ്ങർ. ഫസ്റ്റ് വൗസിയർ അഡ്ജസൻറ്റ് ടു സ്ക്യൂ ബാക്ക്. സ്ക്യൂ ബാക്കിന് അടുത്തായിട്ടുള്ള ഫസ്റ്റ് വൗസിയർ എന്ന് വെച്ചാൽ നമുക്കറിയാം വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ് ആണ്. ആ ഫസ്റ്റ് വൗസിയറിനെ പറയുന്നത് എന്താണ്, സ്പ്രിങ്ങർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ക്രൗൺ എന്ന് വെച്ചാൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ച്. നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഇതാ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്ക്യൂ ബാക്ക് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വൗസിയറിനെ പറയുന്നത് എന്താണ്, സ്പ്രിങ്ങർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടോപ്പ് മോസ്റ്റ് പോർഷനെ പറയുന്നതാണ് നമ്മളെന്ത്, ക്രൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്രൗണും സ്പ്രിങ്ങറും പഠിച്ചു. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടൈമാണ് കീ. വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ് അറ്റ് ദ ക്രൗൺ ഓഫ് ആൻ ആർച്ച്. ക്രൗണിൽ കൊടുത്തിരിക്കുന്ന വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് അബട്ട്മെൻറ്റും പിയറും. അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച് അബട്ട്മെൻറ്റും, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണെങ്കിൽ അതിനെ പിയർ എന്നും പറയും. നമുക്ക് ഫിഗർ നോക്കുകയാണെങ്കിൽ എൻഡ് സപ്പോർട്ടിനെ നമ്മൾ അബട്ട്മെൻ്റ് എന്നും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണെങ്കിൽ അതിനെ നമ്മൾ പിയർ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അബട്ട്മെൻറ്റും പിയറും. നമ്മൾ അതുപോലെ തന്നെ കീ പറഞ്ഞിരുന്നു. കീ എന്ന് വെച്ചാൽ എന്താണ്, ക്രൗണിൽ കൊടുത്തിരിക്കുന്ന വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ് ആണ് കീ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടൈം നോക്കാം. സ്പ്രിങ്ങിങ് പോയിന്റ്. ദ പോയിന്റ് ഫ്രം വിച്ച് ദ കർവ് ഓഫ് ആൻ ആർച്ച് സ്റ്റാർട്ട്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സ്പ്രിങ്ങിങ് ലൈൻ ഉണ്ട്. ആൻഡ് ഇമാജിനറി ലൈൻ ജോയിനിങ് ടു സ്പ്രിങ്ങിങ് പോയിന്റ്സ്. അപ്പോൾ ആർച്ചിൻ്റെ രണ്ട് സൈഡിലും സ്പ്രിങ്ങിങ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ്സിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈനാണ് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഫിഗർ കൂടെ നോക്കാം. ഇതേ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പോയിന്റിനെയാണ് സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ കണക്ട് ചെയ്യുന്ന ലൈനിനെ നമ്മൾ ഇമാജിനറി ലൈനിനെ എന്ത് പറയുന്നു, സ്പ്രിങ്ങിങ് ലൈൻ എന്നും പറയുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് റൈസ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പ്രിങ്ങിങ് ലൈൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രഡോസ്. ഇൻട്രഡോസ് എന്ന് വെച്ചാൽ ഇന്നർ കർവാണ് അല്ലേ. ഇതാ നോക്കുകയാണെങ്കിൽ റൈസ് എന്ന് വെച്ചാൽ സ്പ്രിങ്ങിങ് ലൈൻ മുതൽ ഇന്നർ പോയിന്റ് ഓഫ് ഇൻട്രഡോസ് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈസ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, സെൻറ്റർ ഓർ സ്ട്രൈക്കിംഗ് പോയിന്റ്. ജിയോമെട്രിക്കൽ സെൻറ്ററിനെയാണ്, ആർച്ചിൻ്റെ ജിയോമെട്രിക്കൽ സെൻറ്ററിനെയാണ് നമ്മൾ സെൻറ്റർ അഥവാ സ്ട്രൈക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കുന്നത് റിംഗ് അഥവാ റിംഗ് കോഴ്സ്. സർക്കുലർ കോഴ്സ് ഫോമിങ് ആൻ ആർച്ച്. ഒരു സർക്കുലർ കോഴ്സിനെ, ഫുൾ കോഴ്സിനെ പറയുന്നതാണ് നമ്മൾ എന്ത്, റിംഗ് അഥവാ റിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ കോഴ്സിനെ പറയുന്നതാണ് എന്ത്, റിംഗ് അഥവാ റിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെപ്ത് ഓർ ഹൈറ്റ്. ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻട്രഡോസ് ആൻഡ് എക്സ്ട്രഡോസ്. ഇൻട്രഡോസും എക്സ്ട്രഡോസും തമ്മിലുള്ള വെർട്ടിക്കൽ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്ത് അഥവാ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പാൻഡ്രിൽ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈമാണ് സ്പാൻഡ്രിൽ. സ്പാൻഡ്രിലും സ്പ്രിങ്ങിങ് പോയിന്റും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പോൾ സ്പാൻഡ്രിൽ പറയുകയാണെങ്കിൽ ഇറഗുലർ ട്രയാങ്കുലർ സ്പേസ് ഫോംഡ് ബിറ്റ്വീൻ ദ എക്സ്ട്രഡോസ് ആൻഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോൺ ടാൻജൻറ്റ് ടു ദ ക്രൗൺ. ഓക്കെ ആണല്ലോ. അത് നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഫിഗർ നോക്കുകയാണെങ്കിൽ ദേ ഈ പോർഷനെയാണ്, ഇറഗുലർ ട്രയാങ്കുലർ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോഞ്ച്. ലോവർ ഹാഫ് പോർഷൻ ഓഫ് ദ ആർച്ച് ബിറ്റ്വീൻ സ്ക്യൂബാക്ക് ആൻഡ് ക്രൗൺ. സ്ക്യൂബാക്കും ക്രൗണും തമ്മിലുള്ള ലോവർ ഹാഫ് പോർഷനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറയുന്നത്. ദേ ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ലോവർ ഹാഫ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ആർക്കേഡ്. സീരീസ് ഓഫ് ആർച്ചിനെ നമ്മൾ ആർക്കേഡ് എന്ന് പറയുന്നു. നമ്പർ ഓഫ് ആർച്ചസ് ഉണ്ട്, അതിനെ നമ്മൾ സീരീസ് ഓഫ് ആർച്ചിനെ നമ്മൾ എന്താണ് പറയുന്നത്, ആർക്കേഡ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് തിക്നെസ് അഥവാ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ്. തിക്നെസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫേസസ് ഓഫ് ആർച്ച്. ആർച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിക്നെസ് അഥവാ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോസ്റ്റ്. ഇമ്പോസ്റ്റ് പറയുകയാണെങ്കിൽ പ്രൊജക്റ്റിംഗ് കോഴ്സ് അറ്റ് ദ അപ്പർ പാർട്ട് ഓഫ് ദ സപ്പോർട്ട്. ഇപ്പോൾ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ചില നേരത്ത് നമുക്കവിടെ ഒരു പ്രൊജക്റ്റിംഗ് പാർട്ട് കാണും, അത് കഴിഞ്ഞിട്ടായിരിക്കും ആർച്ച് ഫോം ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊജക്റ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ ഇമ്പോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റിംഗ് കോഴ്സ് അറ്റ് ദ അപ്പർ പാർട്ട് ഓഫ് ദ സപ്പോർട്ടിനെ ആണ് നമ്മൾ ഇമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ബെഡ് ജോയിൻറ്റ് പറയുകയാണെങ്കിൽ ജോയിൻറ്റ്സ് ബിറ്റ്വീൻ ഓസിയേഴ്സ്. ഓസിയേഴ്സ് തമ്മിലുള്ള ജോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മുടെ ടെക്നിക്കൽ ടേംസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ആർച്ച് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ആർച്ചിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഷേപ്പ്, നമ്പർ ഓഫ് സെൻറ്റേഴ്സ്, വർക്ക്മാൻഷിപ്പ്, മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ എന്നിങ്ങനെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേപ്പും നമ്പർ ഓഫ് സെൻറ്റേഴ്സും കൂടെ ഒന്നിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ഷേപ്പ് ആൻഡ് നമ്പർ ഓഫ് സെൻറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ്, സ്ക്വയർ അഥവാ കേമ്പർ ആർച്ച്. അപ്പം ഇത് ഓൾട്ടർനേറ്റീവ് നെയിംസ് നിങ്ങൾ പഠിച്ചിരിക്കുക, ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ, മറന്നു പോകാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സ്ക്യൂബാക്ക് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഈ 60 ഡിഗ്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മറന്നു പോകാതെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്, സ്ക്യൂബാക്ക് ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ ആയിരിക്കും മേക്ക് ചെയ്യുന്നത്. അതായത് ഈ പോർഷനിൽ 60 ഡിഗ്രി ആയിരിക്കും മേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇൻട്രഡോസ് ആൻഡ് എക്സ്ട്രഡോസ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഇൻട്രഡോസും എക്സ്ട്രഡോസും തമ്മിൽ എന്തായിരിക്കും, പാരലലായിരിക്കും. കൂടാതെ തന്നെ സ്പ്രിങ്ങിങ് ലൈൻ ആൻഡ് ഇൻട്രഡോസ് ആർ ലൈസ് ഓൺ സെയിം ലൈൻ. സ്പ്രിങ്ങിങ് ലൈൻ, ഇമാജിനറി സ്പ്രിങ്ങിങ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്പ്രിങ്ങിങ് ലൈനും ഇമാജിനറി ലൈനായ സ്പ്രിങ്ങിങ് ലൈനും ഇൻട്രഡോസും സെയിം ലൈനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൻറ്റേഴ്സ് ആണ്. നമ്പർ ഓഫ് സെൻറ്റേഴ്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 1 സെൻറ്റേർഡ് ആർച്ചാണ് എന്ത്, ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് ടൈപ്പ് ഓഫ് ആർച്ചിൽ എല്ലാ ആർച്ചിൻ്റെ അതൊന്ന് നോട്ട് ചെയ്ത് നമ്പർ ഓഫ് സെൻറ്റേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് സെഗ്മെൻ്റൽ ആർച്ച്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആർച്ചാണ് സെഗ്മെൻ്റൽ ആർച്ച്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആർച്ച് സെഗ്മെൻ്റൽ ആർച്ച് ആയിരിക്കും. ഇവിടെ ആർച്ച് ത്രസ്റ്റ് ട്രാൻസ്ഫർ ടു ദ സപ്പോർട്ട് ഇൻ ദ ഇൻക്ലൈൻഡ് ഡയറക്ഷൻ. ഇൻക്ലൈൻഡ് ഡയറക്ഷനിലായിരിക്കും ആർച്ച് ത്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇതും ഒരു 1 സെൻറ്റേർഡ് ആർച്ച് തന്നെയാണ്. അപ്പോൾ 1 സെൻറ്റേർഡ് ആർച്ച് നമ്മൾ ഫ്ലാറ്റ് ആർച്ച് പഠിച്ചു, സെഗ്മെൻ്റൽ ആർച്ചും പഠിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ടേബിളാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. 1 സെൻറ്റേർഡ്, 2 സെൻറ്റേർഡ് അങ്ങനെ ടേബിളാക്കി പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നെക്സ്റ്റ് നോക്കുന്നത് സെമി സർക്കുലർ ആർച്ച്.
സെമി സർക്കുലർ ആർച്ച് പറയുന്നത് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇതേ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇവിടെ ആർച്ച് ത്രസ്റ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ സപ്പോർട്ട് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും ആർച്ച് ത്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൂടാതെ തന്നെ വൺ സെൻറ്റേഡ് ആർച്ചാണ് എന്ത് സെമി സർക്കുലർ ആർച്ച് എന്ന് പറയുന്നതും ഒരു വൺ സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. സെമി എലിപ്റ്റിക്കൽ ആർച്ച് തന്നെ 3 സെൻറ്റേഡും ആവാം 5 സെൻറ്റേഡും ആവാം. ഓക്കെ ആണല്ലോ. അപ്പം ഇപ്പോൾ നമ്മൾ പഠിച്ചതിൽ 3 എണ്ണം നാലാമത്തെയാണ് ഇപ്പോൾ പഠിക്കുന്ന. 3 എണ്ണം പഠിച്ചതിൽ ആദ്യത്തെ 3 എണ്ണവും 1 സെൻറ്റേഡ് ആയിരുന്നു. ഇപ്പോൾ സെമി എലിപ്റ്റിക്കൽ മാത്രമാണ് 3 സെൻറ്റേഡ് അഥവാ 5 സെൻറ്റേഡ് ഉള്ളത്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഇൻവേർട്ടഡ് ആർച്ച്. സെൻറ്റർ ലൈസ് എബോവ് സ്പ്രിങ്ങിങ് ലൈൻ. സെൻറ്റർ എന്ന് പറയുന്നത് സ്പ്രിങ്ങിങ് ലൈനിൽ മുകളിലായിട്ടായിരിക്കും ഉള്ളത്. കൂടാതെ തന്നെ യൂസ്ഡ് ഇൻ ഫൗണ്ടേഷൻസിലായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ആർച്ചസ് ഒക്കെ കാണുന്നത്. ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറയുന്നത് 1 സെൻറ്റേഡ് ആർച്ചാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് സെൻറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പോയിൻറ്റഡ് അഥവാ ഗൊത്തിക് ആർച്ച്. ഓൾട്ടർനേറ്റ് നെയിം വന്നു, അത് വന്ന് നോട്ട് ചെയ്തോളാം. സോ പോയിൻറ്റഡ് ആർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു 2 സെൻറ്റേഡ് ആർച്ചാണ്. 2 സെൻറ്റേഡ് ആർച്ചിൽ ഈ സെൻറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇക്വിലാറ്ററൽ ആർച്ച് എന്നും, ഐസോസിലസ് ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഐസോസിലസ് അഥവാ ലാൻസെൻ്റ് ആർച്ച് എന്നും ആയിരിക്കും പറയുന്നത്. അപ്പോൾ പോയിൻറ്റഡ് ഓർ ഗോത്തിക് ആർച്ച് 2 സെൻറ്റേഡ് ആർച്ചാണ്. അതിന് പോയിൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നോക്കി വെച്ചിരിക്കാം. നെക്സ്റ്റ് പറയുന്നത് ഹോഴ്സ് ഷൂ ആർച്ച്. സെൻറ്റർ ലൈസ് എബോവ് സ്പ്രിംഗ് ലൈൻ. സ്പ്രിംഗ് ലൈനിന് മുകളിൽ തന്നെ ആയിരിക്കും സെൻറ്റർ ലൈ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഒരു സെമി സർക്കിളിനെക്കാട്ടി കുറച്ചും കൂടെ ആയിരിക്കും ഇതിൻ്റെ ഷേപ്പായിട്ട് വരുന്നത്. എന്താണ് ഇതും ഒരു 1 സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. അപ്പോൾ 1 സെൻറ്റേഡ് ആർച്ച് പഠിച്ചത് നോട്ട് ചെയ്ത് വെക്കുക. 2 സെൻറ്റേഡ് എന്ന പോയിൻറ്റും ഗൊത്തിക് ആർച്ചും. സെമി എലിപ്റ്റിക്കൽ വരുമ്പം അത് 3 സെൻറ്റേഡ് ഓർ 5 സെൻറ്റേഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റിൽറ്റഡ് ആർച്ച്. സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുമ്പോൾ സെമി സർക്കുലർ ആർച്ച് അറ്റാച്ച്ഡ് ടു 2 വെർട്ടിക്കൽ പോസ്റ്റ്. 2 വെർട്ടിക്കൽ പോസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത്. ഇത് ഒരു 1 സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. നെക്സ്റ്റ് വെനീഷ്യൻ ആർച്ച്. വെനീഷ്യൻ ആർച്ച് പൊതുവെ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വരാറുള്ളതാണ്. വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നാൽ എന്താണ്? ഒരു 4 സെൻറ്റേഡ് ആർച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രൗണിൽ ഇതിൻ്റെ ഡെപ്ത് കൂടുതലും സ്പ്രിങ്ങിങ് ലൈനിലേക്കാട്ടിൽ ക്രൗണിൽ ഇതിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആർച്ചാണ് എന്ത് വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത്. ഇത് ഒരു 4 സെൻറ്റേഡ് ആർച്ച് കൂടിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഫ്ലോറന്റൈൻ ആർച്ച്. ഇതിൻ്റെ ഷേപ്പ് എന്ന് ഷേപ്പിൽ വെനീഷ്യൻ ആർച്ച് പോലെ തന്നെയാണ്. ഇതിൻ്റെ ഷേപ്പിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. ഇൻട്രഡോസ് എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ ഷേപ്പായിരിക്കും. മറ്റേ വെനീഷ്യൻ ആർച്ച് പോലെയല്ല, ഇൻട്രഡോസ് സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 സെൻറ്റേഡ് ആർച്ചാണ്. ഓക്കെ, അപ്പോൾ 3 സെൻറ്റേഡ് 4 സെൻറ്റേഡ്, അപ്പോൾ നമ്പർ ഓഫ് സെൻറ്റേഴ്സ് വെച്ചും കൂടെ നിങ്ങളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ ബുൾസൈ ആർച്ച്. ബുൾസൈ പറയുമ്പോൾ ഇതിന് സർക്കുലർ ഷേപ്പാണ്. കൂടാതെ തന്നെ ഒരു 1 സെൻറ്റേഡ് ആർച്ച് കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസ്ഡ് ഓൺ ഷേപ്പും ആൻഡ് നമ്പർ ഓഫ് സെൻറ്റേഴ്സും വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ സെൻറ്റേഴ്സാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. പേര് ഓൾട്ടർനേറ്റീവ് നെയിംസ് ഉണ്ടെങ്കിൽ അതും കൂടി അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ വർക്ക്മാൻഷിപ്പ്. ഫസ്റ്റ് റഫ് ആർച്ച്. ഇതിൽ ബ്രിക്സ് ആർ യൂസ്ഡ് ആസ് സച്ച് ദ തിക്നെസ് ഓഫ് ദ മോട്ടാർ മോർ അറ്റ് ദ എക്സ്ട്രഡോസ് ദാൻ അറ്റ് ദ ഇൻട്രഡോസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിക്ക് നമ്മൾ അതേ വൗസിയേഴ്സിന് പകരം ബ്രിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ബ്രിക്സ് ഉപയോഗിക്കുന്ന എന്നിട്ട് എന്താ ചെയ്യും? ഇൻട്രഡോസിൽ മോട്ടാറിൻ്റെ തിക്നെസ് കൂട്ടി കൊടുത്തുകൊണ്ട് എക്സ്ട്രഡോസിൽ മോട്ടാറിൻ്റെ തിക്നെസ് കൂട്ടി കൊടുത്തുകൊണ്ട് ഇൻട്രഡോസിൽ തിക്നെസ് കുറച്ച് വെഡ്ജ് ഷേപ്പാക്കിയായിരിക്കും അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആർച്ചിനെ നമ്മൾ റഫ് ആർച്ച് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡ് അല്ലെങ്കിൽ റഫ് കട്ട് ആർച്ച്. ഇതിൻ്റെ പ്രത്യേകത എന്താ? വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ്സ് ആർ മേഡ് യൂസിങ് ആക്സ് ഉപയോഗിച്ച് വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ആയിരിക്കും എന്ത് ആർച്ച് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഗേജ്ഡ് ആർച്ച്. ഗേജ്ഡ് ആർച്ച് പറയുമ്പം എന്താ? ബ്രിക്സ് ആർ കട്ട് യൂസിങ് വയർസോ ആൻഡ് ദ സർഫസ് ഡ്രസ് ബൈ ഫയൽ. അപ്പോൾ ഫയൽ ചെയ്ത് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ്സ് വെച്ചിട്ടായിരിക്കും എന്ത് ആർച്ച് ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആർച്ചിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഗേജ്ഡ് ആർച്ച് എന്നാണ്. സോ ഇത്രയാണ് ബേസ്ഡ് ഓൺ വർക്ക്മാൻഷിപ്പിൽ വരുന്നത്.
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ആണ്. ഇതിന് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് പറയുകയാണെങ്കിൽ ബ്രിക്ക് ആർച്ച്, സ്റ്റോൺ ആർച്ച്, കൂടാതെ തന്നെ കോൺക്രീറ്റ് ആർച്ച്, ഇത്രയും തരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ വെച്ചിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും ടൈപ്സ് ഉണ്ട് എന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരിക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ താങ്ക് യു.